തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിലും തിരുവനന്തപുരം കിളിമാനൂരിലും 2 പേർക്കാണ് പാമ്പുകടിയേറ്റ് മരണം സംഭവിച്ചത്. ചൂടുകാലത്ത് പാമ്പുകൾ കാണപ്പെടുന്നത് വളരെ കൂടുതലാണ്. അതിനാൽ പാമ്പുകടിയേൽക്കാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാമ്പ് കടിച്ചു എന്നത് എത്രയും വേഗം തിരിച്ചറിയേണ്ടത് നിർണായകമാണ്. ഇന്ത്യയിൽ അപകടകാരികളായ 4 പ്രധാന പാമ്പുകളുടെ വിഷത്തിനെതിരെ പ്രതിവിഷം നിലവിലുണ്ട്. മൂർഖൻ, ശംഖുവരൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, അണലി എന്നിവയാണ് ഈ പാമ്പുകൾ. ഇതിൽ വെള്ളിക്കെട്ടിന്റെ കടി പലപ്പോഴും ഓക്കൾട്ട് ബൈറ്റ് എന്ന സ്വഭാവത്തിലുള്ളതാണ്. അതായത് കടിയേറ്റതായി തിരിച്ചറിയാൻ പ്രയാസമാണ്. ഇവ കടിച്ചാൽ കടിയേറ്റ സ്ഥലത്ത് വലിയ ലക്ഷണങ്ങൾ കാണപ്പെടില്ല. അതിനാൽ കടിയേറ്റത് അറിയുകയുമില്ല. വിഷമേറ്റാൽ ചില സമയം വയറുവേദന, ഛർദി പോലുള്ള ലക്ഷണങ്ങൾ മാത്രമേ അനുഭവപ്പെടാറുള്ളൂ. സ്വാഭാവികമായും ഇത് ഭക്ഷണ സംബന്ധമായ രോഗമെന്ന് തെറ്റിദ്ധരിക്കും. പാമ്പുകടിക്കുള്ള ചികിത്സ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ലഭ്യമാണ്. തിരിച്ചറിഞ്ഞാൽ പ്രതിവിഷം സമയത്ത് നൽകി ജീവൻ രക്ഷിക്കാൻ കഴിയും. പാമ്പുകടിയേറ്റെന്ന് സംശയമുണ്ടായാൽ 24 മണിക്കൂർ ആശുപത്രി നിരീക്ഷണം നിർബന്ധമാണ്. മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ മുതലായ വിഷപ്പാമ്പുകളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന കാലം കൂടിയാണിത്. സുരക്ഷിതമായ ഒളിയിടങ്ങൾ തേടി സഞ്ചരിക്കുന്നത് വീടിന് പരിസരത്തും വീടിനുള്ളിലും എത്തിപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. വേനൽ കാരണം വലിയ പാമ്പുകളും മാളങ്ങളിൽ നിന്ന് കൂടുതലായി പുറത്തിറങ്ങും. ഇതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. തണുപ്പും തണലുമുള്ള സ്ഥലങ്ങളിലേക്ക് പാമ്പുകൾ ആകർഷിക്കപ്പെടാൻ സാധ്യത ഏറെയാണ്. ചെറിയ പാമ്പുകൾക്ക് വിഷം കുറവാണെന്നത് തെറ്റിദ്ധാരണയാണ്. അളവ് കുറവാണെങ്കിലും ഇവയുടെ വിഷത്തിന് വീര്യം വളരെ കൂടുതലായിരിക്കും. വീട്ടുപരിസരത്തെ കുറ്റിക്കാടുകളും കളകളും നീക്കം ചെയ്യുകയും മാളങ്ങളോ പൊത്തുകളോ ഉണ്ടെങ്കിൽ മൂടുകയും വേണം. വീടിന്റെ പരിസരത്ത് പാമ്പിനെ കണ്ടാൽ ഉടൻ തന്നെ സർപ്പ വോളണ്ടിയറെയോ വനം വകുപ്പിനെയോ വിവരം അറിയിക്കണം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന 1800 425 4733 എന്ന ടോൾ ഫ്രീ നമ്പർ വനം വകുപ്പിനുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 3600 സർപ്പ വോളണ്ടിയർമാരാണുള്ളത്. അടിയന്തര സഹായത്തിനായി 28 റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുമുണ്ട്. ഈ വേനൽക്കാലത്ത് പാമ്പുകളിൽ നിന്നും രക്ഷ നേടാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.